അയ്യോ അസ്സലാമലൈക്കും. എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പം ഞാനിപ്പോൾ ഷോപ്പിലാണ്. വീട്ടിൽ നിന്ന് വന്നിട്ടൊരു 15 മിനിറ്റിലേറായി കേട്ടോ. പിന്നെ എങ്ങനെയുണ്ട്, നോമ്പൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? ഇന്നിപ്പോൾ ഇവിടെ 10ാമത്തെ നോമ്പാണ്. മാഷാ അല്ലാഹ്. പിന്നെ എന്നതൊക്കെ പോലെ തന്നെ കേട്ടോ, ഡെയിലി ഷോപ്പിൽ വരും. ഞാൻ പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയണതല്ലേ. ഷോപ്പിൽ വരും. പിന്നെ ഇടയ്ക്കൊന്ന് കുട്ടികളെ അവരെ സ്കൂളിൽ കൊണ്ടാക്കുന്ന സമയമാകുമ്പോൾ ഒന്ന് അങ്ങോട്ട് പോകും, സ്കൂളിലാക്കിയിട്ട് വരും. പിന്നെ ഷോപ്പിൽ തന്നെ വന്നിരിക്കും. അങ്ങനെയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇപ്പോൾ ഷോപ്പിൽ ഞാൻ ഒറ്റയ്ക്കുള്ളൂ കേട്ടോ. കാക്ക വീട്ടിൽ പോയതാണ്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു വ്ളോഗ് എടുക്കുക എന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ വേറെ എന്തൊക്കെയുണ്ട്? അപ്പം എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് അതുപോലെ മോളെ സ്കൂളിലൊക്കെ ആക്കിയിട്ട് വന്നിങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതാട്ടോ ഷോപ്പ്. കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും വീഡിയോ എടുത്തിട്ടുള്ളത്. ഞാൻ റൂമിലൊക്കെ പോയി വന്നു കേട്ടോ. ഇപ്പോൾ സമയം 1:30 ആയി. റൂമിൽ പോയി 12 മണിയായപ്പോൾ ഞാൻ റൂമിൽ പോയപ്പോൾ കുറച്ച് പണികളുണ്ടായിരുന്നു. ആകെ അടിച്ചവരിൽ, പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ മുറിൽ. കാരണം കുട്ടികൾ സ്കൂൾ പോകുന്നതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് പറഞ്ഞേക്ക래. അപ്പോൾ ആ പാത്രം അങ്ങനെ വെച്ചിന്. അപ്പോൾ അകടിച്ചവരിൽ കഴിഞ്ഞ് വൈകുന്നേരം തുടക്കാനുണ്ട്. പിന്നെ എൻ്റെ നിസ്കാരം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ പോന്നപ്പോൾ 1:15 ഇങ്ങോട്ട് പോകുന്നു. ഇപ്പോൾ 1:30 ആയി സമയം. പിന്നെ ഇപ്പോൾ കാക്ക പള്ളിയിൽ പോയിട്ടുണ്ട്. ഇനി കാക്ക 4 മണിയല്ല 4 മണിയൊക്കെ ആകുമ്പോഴത്തേന് കാക്ക വരുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. കസ്റ്റമർ ഇപ്പോൾ ഇന്ന് കുട്ടികളെ പരീക്ഷ ഉണ്ട്. 8ഉം 9ാം ക്ലാസ്സും എക്സാം ഉണ്ട്. അപ്പോൾ കുട്ടികൾ വന്ന് ചെറിയൊരു കച്ചവടം മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വലിയ കച്ചവടമൊന്നും ആയിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ്. ബോറടിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ 10ാമത്തെ നോമ്പും ആയില്ലേ. എത്ര പെട്ടെന്ന്. ആദ്യത്തെ 10ലെ 10ാമത്തെ നോമ്പ്. അപ്പം അങ്ങനെയാണ്. ഇനി ഇവിടെ ഇങ്ങനെ ബോറടിച്ചിങ്ങനെ ഇരിക്കും. ഒരു 2:15 ആകുമ്പോൾ ഞാൻ മോളുടെ അടുത്തേക്ക് പോകും. മോളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകും. പിന്നെ 3 മണിയാകുമ്പോൾ മോന് വരും. മോന് ഇന്ന് അറബിയാണ് എക്സാം, മോൾക്ക് ഇന്ന് മലയാളം എക്സാമാണ്. അപ്പോൾ ഇനിയിപ്പോൾ 2:15 ആകുമ്പോൾ ഞാൻ മോളെ കൊണ്ടുവരാൻ പോകണം. അപ്പോൾ ഇനി നമുക്ക് കാണാം കേട്ടോ. മോളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരട്ടെ കേട്ടോ. അപ്പോൾ സമയമായിട്ടുണ്ട്. 2:15 ആയിട്ടുണ്ട്. 2:15 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മോളെ കൊണ്ടുവരട്ടെ കേട്ടോ. നല്ല വെയിലാണ്. അപ്പോൾ കൊടുത്തിട്ട് കാണാം കേട്ടോ. അങ്ങനെ മക്കളെ പുറത്തിറങ്ങാൻ കഴിയില്ല കേട്ടോ. ഭയങ്കര ചൂട് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. പെരും വെയിലാട്ടോ. പെരും വെയിൽ പറഞ്ഞാൽ പെരും വെയിലാ. ഈ നമ്മളവിടെ നിൽക്ക്. നമ്മളെ സ്കൂളിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ടോ. ഏകദേശം വീട്ടിലോട്ട് എത്താനായിട്ടുണ്ട്. ഇതാട്ടോ ഞാൻ വർക്ക് ചെയ്യണ ഷോപ്പ്. സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നുകൊള്ളു കേട്ടോ. ഈ അമ്മക്ക് ടീച്ചർ മിഠായിയൊക്കെ കൊടുത്തുകൊള്ളു. ഇനി മോനും 3 മണിയാകുമ്പോൾ മോന് വരും. അടങ്ങി നിൽക്ക്. അപ്പോൾ ചെറിയൊരു വ്ളോഗാണ്. മോന് വന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. വ്ളോഗ്. അപ്പോൾ ഞാൻ ഇനി ഓക്ക് ചായ കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ മക്കളെ ഞാൻ റിസനെ കൊണ്ടുവന്നിട്ടോ. ചായ ഒക്കെ കൊടുത്ത് മോളെ മേലൊക്കെ കഴുകി കൊടുത്ത് ഞാൻ ഷോപ്പിൽ വന്നിട്ടോ. ഷോപ്പിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. കാക്ക എത്തിയിട്ടില്ല. അല്ല, കാക്ക ഒരു 4 മണിയൊക്കെ ആവും വരാൻ. അപ്പോൾ ഇനി മോന് സ്കൂളിട്ട് വന്നതിന് ശേഷം നമുക്ക് കാണാം. ഓനും കൂടെ വന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ ഇന്ന് നോമ്പ് തുറക്കാൻ ചോറാണ് ഉണ്ടാക്കുന്നത്. ചോറും കറിയും അതൊക്കെ തന്നെ ഉള്ളൂ. ഇനി മോന് വന്നിട്ട് കാണാം. അപ്പം അങ്ങനെ മോന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.